ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് പ്രഭാവതിയും പ്രതാപനെയുമാണ്. പ്രഭാവതി പറയുകയാണ്, കുറച്ച് നാൾ മാത്രമേ എല്ലാവരും അവളോട് ഇങ്ങനെയൊക്കെ കാണിക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് എല്ലാവരും അവളെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങും. അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പ്രതാപ. ഇത് കേൾക്കുന്ന പ്രതാപനും പറയുകയാണ്, അതെ ചേച്ചി, ഞാനും അവളെ ഒരു സാധാരണക്കാരിയായാണ് കണ്ടത്. അതാണ് എൻ്റെ തെറ്റെന്ന് പ്രതാപൻ പറയുമ്പോൾ പ്രഭാവതി പറയുകയാണ്, വിശാലിനിപ്പോൾ അവളോട് വെറുപ്പാണല്ലോ, അതാണ് ആകെയുള്ളൊരാശ്വാസം. ആ വെറുപ്പ് നമ്മൾ ഊതി ഊതി കത്തിക്കണം, എന്നിട്ട് അതൊരു അഗ്നിപർവ്വതമാക്കി മാറ്റണം. അതെ ചേച്ചി, ശത്രുക്കൾ എത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും അവരെ നിസാരക്കാരായി കാണരുതെന്ന് പ്രതാപൻ പറയുമ്പോൾ അത് ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ അങ്ങോട്ടേക്ക് വരികയാണ്. വിശാലും പാർവതിയും തമ്മിലുള്ള എല്ലാ വെറുപ്പും പോയി. ഇനി അവരെ തമ്മിൽ പിരിക്കാമെന്നേ നിങ്ങൾ മനസ്സിൽ പോലും കരുതണ്ട. ഇത് കേൾക്കുന്ന പ്രഭാവതി ചോദിക്കുകയാണ്, നീ എന്താ പറഞ്ഞത്? അവര് വീണ്ടും ഇണങ്ങിയെന്നോ? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഇപ്പോൾ അവര് സ്ഥലകാല ബോധം പോലും ഇല്ലാതെ വല്ലാത്ത റൊമാൻസിലാണ്. ഇപ്പോൾ പാർവതിയും കൊണ്ട് ഓഫീസിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് വിശാൽ. ഇത് കേൾക്കുന്ന പ്രഭാവതിയും പ്രതാപനും ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. ചേച്ചി, എന്താണെങ്കിലും ഇത് അനുവദിക്കരുത്. അവൾ എന്താണെങ്കിലും ഓഫീസിലേക്ക് വിടാനേ പാടില്ല. ഇത്രയും കാലം നിങ്ങൾ വിശാലിനെ നിങ്ങളുടെ കൺട്രോളിൽ നിർത്തിയെന്നല്ലേ പറഞ്ഞത്? എന്നിട്ടിപ്പോൾ എന്തായി? 4 അക്ഷരം പോലും കൂട്ടി വായിക്കാൻ അറിയാത്ത ആ കുഗ്രാമത്തിൽ ജനിച്ചവളെ പിടിച്ച് ചെയർമാന്റെ കസേരയിലേക്ക് ഇരുത്താൻ പോവുകയാ വിശാല്. ഇത് കേൾക്കുന്ന പ്രഭാവതി ഒരു ഞെട്ടലോടെ ജാസ്മിനെ നോക്കുകയാണ്. കോടിക്കണക്കിനുള്ള സ്വത്തുക്കൾക്കും സമ്പാദ്യത്തിനുമെല്ലാം ഇനി അവളാണ് അവകാശി. നിങ്ങൾക്കൊന്നും ഒന്നും കിട്ടാനേ പോകുന്നില്ല. നിങ്ങൾക്കൊക്കെ പോയി കെട്ടിത്തൂങ്ങി ചത്തൂടെ എന്ന് ജാസ്മിൻ ചോദിക്കുമ്പോൾ പ്രതാപൻ പറയുകയാണ്, അല്ല ചേച്ചി, ചേച്ചിയോട് ഒരു വാക്കുപോലും ചോദിക്കാതെ വിശാലെന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇത്രയും ഭീകരമായ കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടും ഇവനെങ്ങനെയാ പെട്ടെന്ന് മനസ്സുമാറി പെൺകൊന്തനായത്? ഇത് കേൾക്കുന്ന ജാസ്മിൻ പറയുകയാണ്, പാർവതിയുടെ കൺട്രോളിലാണ് ഇപ്പോൾ വിശാല്. അവൾ എന്തു പറയുന്നോ അതേ വിശാല് ചെയ്യുകയുമുള്ളൂ. അത്രയും പേരുള്ള ഓഫീസില് കൂറ സാരിയുമെടുത്ത് എണ്ണമെഴുക്കുള്ള മുടിയുമായിട്ടൊക്കെ കയറി ചെല്ലുന്ന കാര്യമൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നേരെ ചൊവ്വെ ലിപ്സ്റ്റിക് പോലും ഇടാനറിയാത്ത ഇവൾ എങ്ങനെയാ വിശാലിനെ വളച്ചത് എന്ന് ജാസ്മിൻ പറയുമ്പോൾ പ്രതാപൻ പറയുകയാണ്, നീ ഈ പൗഡറും ലിപ്സ്റ്റിക്കും ഒക്കെ ഇട്ടുകൊണ്ട് നടക്കുന്ന നേരത്തെ വിശാലിനെ വളച്ച് കുപ്പിയിലാക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ അവളുടെ സ്ഥാനത്ത് നിനക്കിരിക്കാമായിരുന്നു. ഞാൻ എത്ര വട്ടം ട്രൈ ചെയ്തതാ, ഒന്നും നടക്കുന്നില്ലെന്ന് ജാസ്മിൻ പറയുന്നു. എന്റെ കാര്യം വിട്. അവൾ എങ്ങാനും കമ്പനി തലപ്പത്ത് വന്നാലേ നിങ്ങൾ പിന്നെ പിച്ച എടുക്കേണ്ടി വരും. പ്രഭാവതിയുടെ കൊക്കിൽ ശ്വാസമുണ്ടെങ്കിൽ അത് നടക്കാനേ പോകുന്നില്ലെന്ന് പ്രഭാവതി പറയുന്നു. അവൾക്കെതിരെയുള്ള പണികൾ ഇനി മിന്നൽ വേഗത്തിലാകും. തഞ്ചത്തിന് അവളെ കിട്ടിയാൽ ഞാൻ കൊന്നുകളയുകയും ചെയ്യുമെന്ന് ജാസ്മിൻ പറയുന്നു. പാർവതിയെ കൊന്നാൽ ആ നിമിഷം ഞാൻ നിന്നെ വിശാലിനെ കൊണ്ട് കെട്ടിച്ചിരിക്കുമെന്ന് പ്രഭാവതി പറയുന്നു. ഇത് പ്രഭാവതിയുടെ വാക്കാണെന്ന് പറയുമ്പോൾ ഇത് കേട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് ജാസ്മിൻ. പിന്നീട് കാണിക്കുന്നത് അച്ചമ്മയും ഗോപിനാഥിനെയുമാണ്. വിശാല് പാർവനെയും കൊണ്ട് ഓഫീസിലേക്ക് പോകുന്ന കാര്യം ഗോപിനാഥിനോട് പറയുകയാണ്. അച്ചമ്മ, നിന്നെയും ഗായത്രിയും പോലെ വിശാലും പാർവതിയും ഇനി ഇവിടുത്തെ ബിസിനസ് കാര്യങ്ങളൊക്കെ നോക്കണം. അതാ എൻ്റെ ആഗ്രഹവും. അതേസമയം പാറു അങ്ങോട്ടേക്ക് വന്ന് അച്ചമ്മയുടെയും ഗോപിനാഥിൻ്റെയും അനുഗ്രഹം വാങ്ങുകയാണ്. എന്നാലും അച്ചമ്മേ, എനിക്കൊരു വെപ്രാളം. ഞാൻ അവിടെ ചെന്ന് എന്ത് ചെയ്യാനാ? ഇത് കേൾക്കുന്ന അച്ചമ്മ പറയുകയാണ്, ഗായത്രിയുടെ ആത്മാവ് നിന്റെ ഒപ്പം ഉണ്ടല്ലോ, പിന്നെ എന്താ പ്രശ്നം? നീ എന്താണെങ്കിലും ധൈര്യമായിട്ട് പോയിട്ട് വാ. രാഹുകാലത്തിന് മുമ്പ് പോകണം. ഗോപി, ഞാൻ ഇവളെ യാത്രയാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് പാർവനെയും കൊണ്ട് താഴേക്ക് പോവുകയാണ് അച്ചമ്മ. അതേസമയം പാർവതിയും വിശാലും വരുന്നത് കാത്തു നിൽക്കുകയാണ് പ്രഭാവതിയും കൂട്ടരും. അവർ ഇതുവരെ കാണുന്നില്ലല്ലോ. ഇനി ഒരു പക്ഷെ അവള് ഓഫീസിൽ പോകുന്നില്ലെന്ന് പറഞ്ഞു കാണുമോ എന്ന് സുശീല ചോദിക്കുമ്പോൾ ജാസ്മിൻ പറയുകയാണ്, അങ്ങനെയൊന്നും നടക്കാനേ പോകുന്നില്ല. തുടർന്ന് പ്രഭാവതി പറയുകയാണ്, അവൻ അവളെയും കൊണ്ട് എവിടം വരെ പോകുമെന്ന് എനിക്കൊന്ന് കാണണം. എന്താണെങ്കിലും മറ്റൊരു ഗായത്രി ദേവിയാകാൻ ഞാൻ അവളെ സമ്മതിക്കില്ല. സമയം ശേഖർ അങ്ങോട്ടേക്ക് ഒരു ബാഗുമായിട്ട് വരികയാണ്. പ്രഭേച്ചി എന്ത് ചെയ്യുമെന്നായി പറയുന്നത് എന്ന് സുശീല ചോദിക്കുമ്പോൾ കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണോ എന്ന് പ്രതാപൻ ചോദിക്കുന്നു. അപ്പോഴാണ് പ്രതാപൻ ശേഖറിനെ ശ്രദ്ധിക്കുന്നത്. ഈ കണ്ണു കാണാത്ത ഇയാള് ബാഗും കൊണ്ട് എവിടേക്ക് പോകുന്നു? ഇത് കേൾക്കുന്ന പ്രതാപൻ പറയുകയാണ്, ഇത് പാർവതി മോൾക്ക് ഓഫീസിൽ കൊണ്ടുപോകാനുള്ള ബാഗാ. എൻ്റെ കൈകൊണ്ട് കൊടുക്കാൻ വേണ്ടിയാ ഞാൻ കൊണ്ടുവന്നത്. ഇത് കേൾക്കുന്ന ജാസ്മിൻ പറയുകയാണ്, പഠിപ്പും വിദ്യാഭ്യാസവും ഇല്ലാത്ത ഇവളൊക്കെ ഓഫീസിൽ പോയിട്ട് എന്ത് ചെയ്യാനാണെന്നാ എനിക്കറിയാത്തത്. ഇത് കേൾക്കുന്ന വിശാല് ജാസ്മിൻ എന്ന് വിളിച്ചുകൊണ്ട് ഗാർഗിയുമായിട്ട് താഴേക്ക് വരികയാണ്. നിങ്ങളുടെയൊക്കെ ഡിസ്കഷൻ പാർവതിയെക്കുറിച്ചാണെന്ന് എനിക്ക് മനസ്സിലായി. എന്താണെങ്കിലും ഒന്നും കാണാതെയല്ല ഞാൻ പാർവതിയുമായിട്ട് ഓഫീസിലേക്ക് പോകുന്നത്. പാർവതിക്ക് ചിലപ്പോൾ കണക്കും ഇംഗ്ലീഷും ഒന്നും അറിയില്ലായിരിക്കും. പക്ഷേ നിങ്ങളെക്കാളെല്ലാം ബുദ്ധിയും വിവരവും അവൾക്കുണ്ട്. ബ്രോ പറഞ്ഞത് ശരിയാണെന്നും പാർവതി ഓഫീസിൽ പൊളിക്കുമെന്നും പിന്നെ മിന്നൽ പോലെ തന്നെ വിശാൽ ബ്രോ പാർവതിയുടെ ഒപ്പമുണ്ടല്ലോ, പിന്നെ എന്തിനാ പേടിക്കുന്നത്? പാർവതി വിചാരിച്ചാലേ അവൾ എന്തും ചെയ്യുമെന്ന് ഗാർഗി പറയുമ്പോൾ പ്രതാപൻ പറയുകയാണ്, എല്ലാം കൊള്ളാം, അവസാനം വെളുക്കാൻ തേച്ചത് പാണ്ടാകാതിരുന്നാ മതി. അതൊന്നും ഓർത്ത് അങ്കിള് ടെൻഷനാകണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അതേസമയം പാറു താഴേക്ക് ഇറങ്ങി വരികയാണ്. പാറുവിനെ നോക്കുന്ന പ്രഭാവതിക്ക് ഗായത്രി താഴേക്ക് ഇറങ്ങി വരുന്നത് പോലെയാണ് തോന്നുന്നത്. അത് കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് പ്രഭാവതി.
തുടർന്ന് ശേഖർ പാർവതിക്ക് ബാഗ് നൽകുന്നു. അങ്ങനെ വിശാൽ പാർവതിയുടെ കൈയും പിടിച്ച് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ദേഷ്യത്തോടെ നിൽക്കുകയാണ് പ്രഭാവതിയും സുശീലയും ജാസ്മിനും. വിശാലിനെയും പാർവതിയും ഞാൻ പിരിച്ചിരിക്കും. എന്താണെങ്കിലും ഈ സന്തോഷം അധിക നാൾ ഉണ്ടാകില്ല. തുടർന്ന് ഗാർഗി ചോദിക്കുകയാണ്, അല്ല നിങ്ങൾ ഓഫീസിൽ പോകുന്നുണ്ടെന്നല്ലേ പറഞ്ഞത്, എന്താ പോകുന്നില്ലേ? ഞങ്ങൾ പോകുന്നുണ്ട്. ജാസ്മിൻ, പ്രതാപ, നമുക്കിറങ്ങാമെന്ന് പ്രഭാവതി പറയുന്നു. അങ്ങനെ പ്രഭാവതിയും ജാസ്മിനും പ്രതാപനും കൂടി അവിടെ നിന്ന് പോവുകയാണ്. അവർ പോയതിന് പിന്നാലെ ഗാർഗി പറയുകയാണ്, അച്ഛമ്മേ ഞാനും ഓഫീസിലേക്ക് പോവുകയാണ്. എൻ്റെ മോളെ, നിനക്കെന്നാ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ അവരുടെ ഒപ്പം പോകാമായിരുന്നല്ലോ. വേണ്ടച്ചമ്മേ, ഞാൻ എൻ്റെ 2 വീലറിൽ പോയിക്കോളാം. അല്ല, ദുശീലാൻറ്റി വരുന്നോ അവിടെ അവരൊപ്പിക്കുന്ന ഇടകൂടം കാണാൻ? ഞാൻ എങ്ങും വരുന്നില്ലെന്ന് സുശീല പറയുമ്പോൾ അച്ചമ്മയുടെ യാത്ര പറഞ്ഞ് ഗാർഗി ഇറങ്ങുകയാണ്. എൻ്റെ സുശീലെ, നിനക്ക് ഇനിയെങ്കിലും ഒന്ന് നന്നായിക്കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് അച്ചമ്മ തൻ്റെ മുറിയിലേക്ക് പോകുമ്പോൾ സുശീല മനസ്സിൽ പറയുകയാണ്, ഞാൻ കളത്തിലിറങ്ങേണ്ട സമയമായെന്നാ തോന്നുന്നത്. ഞാൻ ആരാണെന്ന് എല്ലാവർക്കും ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.